എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ ഊണ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ചേരുവകളൊക്കെ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഊണ് റെസിപ്പിയാണ്. പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്കും വിദേശ പഠനത്തിനായിട്ട് പോയിട്ടുള്ള നമ്മുടെ മക്കൾക്കും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വെജിറ്റേറിയൻസ് മാത്രം കഴിക്കുന്ന കൂട്ടുകാർക്ക് ഇന്നത്തേക്ക് എന്തുണ്ടാക്കണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കല്ലേ. ഇനിയിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. തക്കാളി ചാറുകറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളി വാട്ടിയെടുക്കുന്നതിനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ടൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ തക്കാളി വേവിക്കാൻ വെച്ചു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്പം വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയിൽ ധാരാളം വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പൊന്ന് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരമുറി നാളികേരവും ഒരു നുള്ളു നല്ല ജീരകവും ഒരു വെളുത്തുള്ളിയും ഒരു കൊച്ചുള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരം ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്ത് വന്നിട്ടുള്ള തക്കാളിയിലേക്ക് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള നാളികേരം ചേർക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ ചാറിന് ആവശ്യമായ വെള്ളം കറിയിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ചാറുകറി തയ്യാറാക്കി എടുക്കുമ്പോൾ അധികം വെള്ളം കൂട്ടാതെ അല്പം കട്ടിയായിട്ടുള്ളതാണ് ചാറുകറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ കറി ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ചേർത്താൽ വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ തക്കാളി ചാറുകറിയുടെ റെഡിയാണ്. നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കാം. ഇനി നമ്മൾ കടുകും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാം. പെട്ടെന്ന് തന്നെ മൂടി കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറുകറി തയ്യാറാക്കി മാറ്റിയാൽ പിന്നെ നമുക്ക് കോവയ്ക്ക ഉലർത്ത് തയ്യാറാക്കാം. ഇതിനായിട്ട് 1/2 കിലോ കോവയ്ക്കാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് കോവയ്ക്ക ഉലർത്തിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർക്കാം. 2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകിപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ചെറിയ സവാള കട്ട് ചെയ്തത് ചേർക്കാം. സവാളയ്ക്ക് പകരമായിട്ട് കൊച്ചുള്ളിയും ചേർക്കാവുന്നതാണ്. ഇനി കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. സവാള ചേർത്തൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കോവയ്ക്ക ചേർക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് സിമ്മിലേക്കും കൂടെ മാറ്റി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം മൂടി വെച്ച കോവയ്ക്ക നമുക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചതച്ച മുളക് കൂടെ ചേർക്കാം.
നിങ്ങളുടെ എരിവിന് ആവശ്യമായ മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ. വീണ്ടും നമ്മുടെ കോവയ്ക്ക മൂടി തുറന്ന് അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഒന്ന് നല്ലവണ്ണം മുരിയിച്ചെടുക്കാനാണ് താല്പര്യമെങ്കിൽ മൂടി തുറന്ന് വെച്ചിട്ട് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കോവയ്ക്ക ഉലർത്തിയെടുക്കുന്നത്. ഒന്നുകൂടി വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഉലർത്തും ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഊണിന്റെ 2 റെസിപ്പികളൊന്നും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഊണും കൂടെ വിളമ്പി തുടങ്ങാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള തരി നാടൻ ഊണ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ശനിയാഴ്ചയും ഓടിയെത്തുന്നതാണ്. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.